നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിമാന ടിക്കറ്റ് നിരക്ക് കുറയ്ക്കണമെന്ന് പ്രവാസികൾ നിരന്തരമായി ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ഇക്കാര്യത്തിൽ ഇതുവരെ അനുകൂലമായ ഒരു തീരുമാനം ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതിനാൽ ഇപ്പോൾ ഉയർന്ന ടിക്കറ്റ് നിരക്കിനെ മറികടക്കാൻ പുതുവഴികൾ തേടുകയാണ് പ്രവാസികൾ. നാട്ടിൽ നിന്ന് UAE-യിലേക്കുള്ള മടക്കയാത്രയ്ക്ക് ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർന്നതോടെ ഒമാനിലെ വിമാനത്താവളങ്ങൾ വഴി UAE-യിലേക്ക് മടങ്ങുന്ന പ്രവാസികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. കുടുംബവുമായി മടങ്ങുന്നവർക്ക് വൻ തുക ലാഭിക്കാമെന്ന് മാത്രമല്ല, ഒമാന്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ ഒരു അവസരവും ഇതിലൂടെ കൈവരുന്നു എന്നതാണ് ആകർഷണം. ആഗസ്റ്റ് അവസാനത്തോടെ UAE-യിൽ സ്കൂളുകൾ തുറക്കും. ഈ സമയത്ത് കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് നേരിട്ടുള്ള വിമാനങ്ങൾക്ക് 1500 ദിർഹത്തിന് മുകളിലേക്കാണ് നിരക്ക്. കൊച്ചിയിൽ നിന്ന് മസ്കത്തിലേക്കോ കോഴിക്കോട് നിന്ന് സൊഹാറിലേക്കോ യാത്ര ചെയ്യാൻ 600 ദിർഹം മുതൽ 700 ദിർഹം വരെ മതി. ഇവിടെ നിന്ന് ബസ്സിൽ ദുബായിലേക്ക് കുറഞ്ഞ ചെലവിൽ എത്താനും കഴിയും. ഇതാണ് പലരെയും ഒമാനിലൂടെ വളഞ്ഞ വഴി തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. 4 പേരടങ്ങുന്ന കുടുംബം യാത്ര ചെയ്യുമ്പോൾ 2000 ദിർഹം അഥവാ 45,000 രൂപ വരെ ലാഭിക്കാം. UAE റെസിഡന്റ് വിസക്കാർക്ക് ഒമാൻ ഓൺ അറൈവൽ വിസകൾ ചുരുങ്ങിയ ചെലവിൽ ഓൺലൈനിൽ കിട്ടും. അല്ലാത്തവർക്ക് ടൂറിസ്റ്റ് വിസ ലഭിക്കാൻ ട്രാവൽസുകൾ രംഗത്തുണ്ട്. കോഴിക്കോട് നിന്ന് സലാം എയർ ദുബായിയോട് അടുത്തു കിടക്കുന്ന ഒമാൻ വിമാനത്താവളമായ സൊഹാറിലേക്ക് സർവീസ് നടത്തുന്നതും കാര്യങ്ങൾ എളുപ്പമാക്കിയിട്ടുണ്ട്. മസ്കറ്റിലേക്ക് മടങ്ങുന്നവർക്ക് അവിടുത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കാണുവാനുള്ള സൗകര്യവുമുണ്ട്. അതേസമയം ഉയർന്ന വിമാന നിരക്കിൽ പരിഹാരം കണ്ടെത്തുന്നതിനായി കേരള പ്രവാസി അസോസിയേഷൻ ഹൈക്കോടതിയിൽ റിട്ട് ഹർജി സമർപ്പിച്ചിരുന്നു. ഗൾഫ് രാജ്യങ്ങളിലേക്കും തിരിച്ചുമുള്ള ഉയർന്ന വിമാന നിരക്ക് കുറയ്ക്കാൻ കോടതി ഇടപെടണമെന്നാണ് ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. ഇന്ത്യൻ വ്യോമ നിയമത്തിലെ ചട്ടം 135 ചോദ്യം ചെയ്താണ് ഹർജി. ടിക്കറ്റ് നിരക്ക് തീരുമാനിക്കാൻ വിമാന കമ്പനികൾ അധികാരം നൽകിയ ചട്ടം ചോദ്യം ചെയ്താണ് ഹർജി. ഈ ചട്ടങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് ഹർജിക്കാർ ആരോപിക്കുന്നത്. പ്രതിഷേധമുയർന്നിട്ടും ഇതുവരെയും നിരക്ക് കുറയ്ക്കാൻ വിമാന കമ്പനികളോ ഇടപെടാൻ കേന്ദ്രമോ തയ്യാറായിട്ടില്ല. 5000 രൂപയിൽ തുടങ്ങിയിരുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ടിക്കറ്റ് നിരക്കിൽ 10 ഇരട്ടി വരെ വർധനയുണ്ടായെന്നാണ് പ്രവാസികൾ പരാതിപ്പെടുന്നത്. 5000 രൂപ മുതൽ തുടങ്ങുന്ന ദുബായിലേക്കുള്ള നിരക്കുകൾ 40,000 രൂപ വരെയായി ഉയർത്തിയ സാഹചര്യമുണ്ടായി. ഇത്തവണ പെരുന്നാൾ കാലത്ത് ഗൾഫിൽ നിന്ന് കേരളത്തിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് 5 ഇരട്ടിയോളം വിമാന കമ്പനികൾ വർദ്ധിപ്പിച്ചിരുന്നു. ലക്ഷങ്ങൾ വിമാന ടിക്കറ്റിന് മാത്രം മുടക്കിയാണ് പല പ്രവാസി കുടുംബങ്ങളും ഇത്തവണ നാട്ടിലെത്തിയത്. ഗൾഫ് രാജ്യങ്ങളിൽ അവധിക്കാലമായ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലാണ് വിമാന കമ്പനികൾ പ്രവാസികളിൽ നിന്ന് കൊള്ളലാഭം കൊയ്യുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.